എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നിങ്ങൾക്കെല്ലാം പരിചയമുള്ള നമ്മളുടെ സാധാ നാരങ്ങയാണ്. അപ്പോൾ നമ്മൾ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഏകദേശം ഒരേ വലിപ്പത്തിലുള്ളത് എടുക്കുകയാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഈ നാരങ്ങ കഴുകി നന്നായി തുടച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഈ നാരങ്ങ. ഈ അച്ചാർ ഫ്രൈഡ് റൈസിനോ കർഡി റൈസിൻ്റെ കൂടെയോ ദോശയ്ക്കോ എല്ലാത്തിനും ചേർത്ത് കഴിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി അച്ചാറാണ്. ഇത് ട്രഡീഷണൽ ആയ ഒരു അച്ചാറും കൂടിയാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമ്മൾക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് വീഡിയോയിൽ കാണാം. ഒരു 15 മില്ലി നല്ലെണ്ണ നമ്മൾ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് സാവധാനം ആ നാരങ്ങകൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഫ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത് നാരങ്ങ. ഇനി ഒന്ന് നന്നായി നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചെറിയ തീയിൽ വെച്ച് വേണം കേട്ടോ ഫ്രൈ ആക്കി എടുക്കാൻ, അല്ലെങ്കിൽ ഒരുപാട് കരിഞ്ഞു പോകും. എന്നാൽ നല്ല സോഫ്റ്റ് ആവുകയും വേണം. ചെറിയ തീയാക്കി എടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണ്ട. സിമ്മിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം നാരങ്ങ നന്നായി ചൂടാകുമ്പോൾ ഇതേപോലെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. അത് കുഴപ്പമൊന്നുമില്ല. ആ നാരങ്ങ ചൂടാകുമ്പോൾ ആ നാരങ്ങയിലെ വെള്ളം ഒന്ന് പുറത്തേക്ക് വരുന്നതാണ് കേട്ടോ. അന്ന് വെച്ച് നിങ്ങൾ തീ ഒന്ന് ഓഫ് ചെയ്യേണ്ട. നന്നായിട്ട് ഫ്രൈ ആക്കി തന്നെ എടുക്കണം നാരങ്ങ. എല്ലാ നാരങ്ങകളും നന്നായി ഫ്രൈ ആയി കഴിഞ്ഞു. വേണ്ട ഈ ഒരു കളറാകുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നാരങ്ങ ഉടനെ മാറ്റാൻ പാടില്ല. ആ ചീനിച്ചട്ടിയിൽ തന്നെ ഇരുന്ന് പാകമാവുകയും വേണം. ഇതേപോലെ തന്നെ നമുക്ക് നെല്ലിക്ക അച്ചാറും തയ്യാറാക്കാം. നാരങ്ങകൾ നന്നായി ആറിക്കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് നുറുക്കിയെടുക്കാം. പാനിലേക്ക് നമ്മളൊരു 15 മില്ലി നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അല്പം കടുക് ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു ഉലുവ, 2 വറ്റൽമുളക് എന്നിവയിട്ട് നന്നായി ഒന്ന് ഫ്രൈ ആക്കാം. നന്നായി ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. കുറച്ച് മുളക് പൊടിയും നല്ല കട്ട കായവും കൂടി പൊടിച്ചതാണ് കേട്ടോ. അതൊരു 1/4 സ്പൂൺ ഇട്ട് കൊടുക്കുക. ഒരു 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ഈ എണ്ണയിലിട്ടൊന്ന് നന്നായി ചൂടാക്കുക. ചൂടായി കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിലേക്ക് നാരങ്ങയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി എല്ലാ ചേരുവകളും കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. തീ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ മുളക് പൊടിയൊക്കെ ഇടാൻ. പൊടി ഇടാത്തതിൻ്റെ കാര്യം, ഞാൻ ആദ്യം ഇട്ട മുളക് പൊടിയിൽ നല്ല കട്ടി കായവും നന്നായി എണ്ണയിൽ, അതായത് കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായി വറുത്ത് കായവും മുളകും കൂടി പൊടിച്ച പൊടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാ കഷ്ണങ്ങളിലും നല്ല പോലെ കായത്തിൻ്റെ മുളകിൻ്റെയൊക്കെ മണം വരും. നമ്മൾ പൊടി ഇടുകയാണെങ്കിൽ അത്രയും നല്ലൊരു ഫ്ലേവർ കിട്ടില്ല. എപ്പോഴും കട്ടക്കായം തന്നെയാണ് അച്ചാറിടാൻ ഉപയോഗിക്കേണ്ടത്. മസാലകളെല്ലാം നന്നായി ആറിക്കഴിഞ്ഞു. ഇനി നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതൊരു 3-4 ദിവസം കഴിയുമ്പോഴേ ഇത് നല്ല പദമാവുകയുള്ളൂ കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പം നല്ല നാരങ്ങ നല്ല പദമൊക്കെ ആയിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ എല്ലാത്തിലും എരിവും പുളിവും ഒക്കെ പിടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 2-3 ദിവസം ആകണം. അപ്പം നമ്മളുടെ ട്രഡീഷണലായ നാരങ്ങ അച്ചാർ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഈ രീതിയിൽ അച്ചാർ തയ്യാറാക്കി നോക്കുക. ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ദിവസം പുതിയ ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.